ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിലൂടെ കെമിക്കൽസ് ആണല്ലോ. ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബോഡിയിലോ അല്ലെങ്കിൽ ബ്രെയിനിലോ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറി പോവാം. ഇപ്പോൾ MDMA പോലെയുള്ള ഡ്രഗ്സ് ആണെന്ന് വിചാരിക്കേ, ഡോപ്പമിൻ റഷ് വരുന്നു, അല്ലെങ്കിൽ സെറിട്ടോണിന്റെ റഷ് വരുന്നു, ഭയങ്കര ആ ഒരു മൊമെന്റിലേക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു, ഫ്ലഡ് ഓഫ് ഇമോഷൻസ്. പക്ഷെ ഇതെല്ലാം ബ്രെയിനിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പോയി കഴിയുമ്പോൾ അത് പെട്ടെന്ന് ബ്രെയിനിൽ സഡൻ ആയിട്ട് ഡൗൺ ആവും. അപ്പോഴാണ് അതിന്റെ ഒരു ലോ വരുന്നത്. ഭയങ്കര ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള മൊമെന്റ്സ് പിന്നീട് ഫോളോ ത്രൂ ചെയ്തു വരാം. അപ്പൊ ആളുകൾ എന്ത് ചെയ്യും, പിന്നീട് കഴിക്കാൻ ശ്രമിക്കും, ആ ഒരു ഹൈ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ അവർക്ക് ഉറക്കമില്ലാതെ ഇരുന്നതിന്റെ ക്ഷീണം, അങ്ങനത്തെ കാര്യങ്ങൾ വരും. അപ്പൊ പിന്നെയും ആ ഹൈ, പിന്നെയും അത് ഇൻടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ മുമ്പ് കഴിച്ച അതേ ഡോസിൽ ചിലപ്പോൾ സിമിലർ ഹൈ അവർക്ക് കിട്ടില്ല. അങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് ഒരു പ്രോസസ്സ് പോലെ, അല്ലെങ്കിൽ ഇടയ്ക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിന്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോവും. സ്ട്രക്ചർ എന്നുള്ളതിനേക്കാളും നമ്മുടെ ഫങ്ഷൻ ചെയ്യുന്ന രീതി, കോൺസെൻട്രേഷൻ, ഫോക്കസ്, റിയാലിറ്റിയിൽ നിന്ന് ഡിസോസിയേറ്റഡ് ആവുന്ന ഒരു സാഹചര്യം എല്ലാം വരാം. ബേസിക്കലി നമ്മുടെ മൈൻഡിന്റെ ആ ഒരു നമ്മുടെ കൺട്രോൾ പോവും. ഇമോഷണലി ആയാലും ഒന്നും ഇത് നല്ലതല്ല. നിങ്ങളുടെ ബ്രെയിൻ ഡിറ്റോറിയേറ്റഡ് ആവും. ഇതെല്ലാം മെല്ലെ മെല്ലെ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂണർ അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറുന്നു, അത്രയും നല്ലതാണ്.